പ്രീതികാരൻ സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നേ ദിവസം, അതായത് കൃത്യമായി പറഞ്ഞാൽ 2025 മെയ് മാസം 8-ാം തീയതിയിൽ സെക്രട്ടേറിയറ്റ് OA മെയിൻസിന്റെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ 14 ദിവസം മുമ്പ് വരേണ്ടതാണ്. മെയ് 21-ാം തീയതിയാണ് പരീക്ഷ. ഇന്നലെ വരേണ്ടതായിരുന്നു. എന്തായാലും ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 21-ാം തീയതി ഒഴിവാക്കുക. ഇന്ന് 8-ാം തീയതി ആയിട്ടുണ്ട്. ബാക്കി 11 ദിവസം നമ്മുടെ ഫ്രണ്ടിലുണ്ട് അല്ലേ? അപ്പൊ ഈ 11 ദിവസം എന്താണ് ചെയ്യേണ്ടത് എന്നതും ഞാൻ നിങ്ങളോട് എന്റേതായ ഒപ്പീനിയൻ പറയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഏതൊരു PSC പരീക്ഷ എഴുതുമ്പോഴും 2 വിഭാഗം ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അതില് ആദ്യ വിഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ ലളിതമാണ്. ഇന്നീ ദിവസം ഹാൾ ടിക്കറ്റ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും മെയിൽ ID PSCയുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്തിട്ടുള്ളവർക്ക് മെയിലായിട്ടും ഹാൾ ടിക്കറ്റ് വന്നു എന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേയധികം ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ അംഗങ്ങളായിട്ടുള്ള ടെലഗ്രാം ചാനലുകളിലും അതോടൊപ്പം വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചോദിക്കും, സെക്രട്ടേറിയറ്റ് OA മെയിൻസിന്റെ സിലബസ് അറിയാമെങ്കിൽ ഷെയർ ചെയ്യാമോ? അവസാനമായിട്ട് PSC ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഷെയർ ചെയ്യാമോ എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, PSCയുടെ ഇപ്പോഴത്തെ ചോദ്യ നിലവാരം അനുസരിച്ച് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഏത് വിഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം. സിലബസ് ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സാധാരണയിൽ 10th ലെവലിന്റെ പ്രിലിംസിന്റെ സിലബസിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല അല്ലേ? യെസ്. അപ്പോൾ 10th ലെവലിന്റെ സിലബസ് തന്നെയാണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എത്ര തന്നെ അറിയാവുന്ന ടോപ്പിക് ആണെങ്കിലും, അതിപ്പോൾ GK ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് 100% അറിയാം എന്ന് തോന്നലുള്ള ടോപ്പിക് ആണെങ്കിൽ കൂടി ഉറപ്പായും ഒരു തവണയെങ്കിലും വായിക്കാനായിട്ട് സമയം കണ്ടെത്തണം. കാരണം ഈ ദിവസങ്ങൾ ഇനി ക്രൂഷ്യലാണ്. പലപ്പോഴും നമ്മൾ ഓവർ കോൺഫിഡൻസ് കാരണം നമുക്ക് അറിയാവുന്ന ടോപ്പിക്ക് നമ്മൾ വായിക്കില്ല. വായിക്കാൻ സമയം ചിലപ്പോൾ നമുക്ക് കിട്ടാത്തതായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ടോപ്പിക്ക് വായിച്ചിട്ട് പോകണം എന്ന് പറയാനുള്ള പ്രധാന കാരണം, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇതിനു മുമ്പ് പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരാണ് അല്ലേ? എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ ഒരു തവണയെങ്കിലും ഇതൊന്ന് വായിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഈ ചോദ്യങ്ങൾ നെഗറ്റീവ് വരില്ലായിരുന്നു എന്ന് നിങ്ങൾ തന്നെ സ്വയം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. ആൻസർ കീ ചെക്ക് ചെയ്യുമ്പോൾ ഒരു തവണയെങ്കിലും വായിച്ചിരുന്നെങ്കിൽ എനിക്ക് ശരിയാക്കാൻ കഴിയുമായിരുന്നു. ആ ഒരു തോന്നൽ പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ വന്നിരുന്നു. ഈ പരീക്ഷയിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം അറിയാവുന്ന ടോപ്പിക് ആണെങ്കിലും ഒരു തവണയെങ്കിലും വായിക്കുക. കാരണം നമ്മുടെ തലച്ചോറിൽ മെമ്മറി പവറൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ നേരത്തെ എത്ര പഠിച്ചു വെച്ചതാണെങ്കിലും ചിലപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ മറന്നു പോകാം. കൺഫ്യൂഷനായി നെഗറ്റീവ് വരാം. ഈ നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവം എന്താണ്? നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ നമ്മൾ അറിയാതെ തെറ്റിക്കുന്നതിനെയാണ് നമ്മൾ നെഗറ്റീവ് എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ദയവായി മനസ്സിലുണ്ടാവട്ടെ. 2, മാത്സിനെ സംബന്ധിച്ചിട്ട്, QA സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട സൂത്രവാക്യങ്ങളോ അല്ലെങ്കിൽ ഷോർട്ട് കട്ടോ നിങ്ങൾ പഠിച്ചു വെച്ചതുണ്ടാവും. അത് വളരെ പെട്ടെന്ന് ഓടിച്ചു നോക്കുക. ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഒന്ന് ഓടിച്ച് വായിച്ചു വെക്കുക. കൂടുതൽ സമയം എടുക്കരുത്, ഓടിച്ചു വായിക്കുക. ഇനി നമുക്ക് പുതുതായിട്ട് പഠിക്കാൻ സമയമില്ലാന്നേ. കഴിയുമെങ്കിൽ പരമാവധി മോഡൽ എക്സാം ചെയ്യുക. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു മാതൃകാ പരീക്ഷയെങ്കിലും ചെയ്യുക. ഒരു മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യുക. അത് ഏറെ പ്രയോജനം ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു മുൻവർഷ ചോദ്യവും ഒരു മാതൃകാ ചോദ്യവും ചെയ്യുക. 100 മാർക്കിന്റെ ഒരു എക്സാം, മോഡൽ എക്സാമും ഒരു മുൻവർഷ ചോദ്യവും ചെയ്യുക. ഇനി അത് എത്രത്തോളം കൂടിയാലും അത്രയും നല്ലതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ റിവിഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് നേടാൻ കഴിയുന്നത് ഈ മാതൃകാ പരീക്ഷയിലൂടെയും മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ്. നമ്മളൊരു മാതൃകാ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് OMR കറുപ്പിച്ച് തന്നെ ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ മാതൃകാ പരീക്ഷയോ PYQ ചെയ്യുമ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് ABCD അങ്ങനെ അടിച്ചു പോകാറുണ്ട്. പക്ഷെ അതല്ല, നമ്മൾ യഥാർത്ഥത്തിൽ പരീക്ഷയ്ക്ക് OMR അല്ലേ ഉപയോഗിക്കുന്നത്. OMR ഷീറ്റൊക്കെ നമ്മുടെ ബുക്ക് ഷോപ്പിൽ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ബുക്ക് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. ആ OMRന്റെ ഫോർമാറ്റ് എടുക്കുക, അത് കറുപ്പിച്ച് തന്നെ പോവുക. കൃത്യമായി സമയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ സമയം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ 1 മണിക്കൂറിനുള്ളിൽ പരീക്ഷ എഴുതി തീരുന്ന രീതിയിൽ ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പരമാവധി സ്പീഡിൽ ചെയ്യുക. കാരണം നമ്മൾ വീട്ടിലിരുന്ന് എഴുതുമ്പോൾ മൈൻഡ് കൂളാണ്. നമുക്ക് കുറച്ച് സമയം മതി. അതുകൊണ്ട് 1.25 മണിക്കൂർ എടുക്കരുത്. 1 മണിക്കൂറിനകം എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കണം.
പരീക്ഷകളിൽ പോകുമ്പോൾ നമുക്ക് ടെൻഷൻ കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഒരു ചോദ്യം ഒരിക്കൽ വായിച്ചാൽ പോകാതെ വരും. 2 3 തവണ ചിലപ്പോൾ നമ്മൾ വായിക്കേണ്ടി വരും, അല്ലേ? കറുപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ കറുപ്പിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് കറുപ്പിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അതനുസരിച്ച് ദയവായി പ്രാക്ടീസ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ 11 ദിവസമാണ് നമുക്ക് ഫുള്ള് ഫ്രീ ആയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മുൻവർഷ ചോദ്യം, ഒരു മാതൃകാ ചോദ്യങ്ങൾ, അത് എത്രത്തോളം കൂടിയാൽ അത്രയും നല്ലത്. ഇനി ഏറ്റവും അവസാനമായിട്ട് 2 കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ പ്രിലിമിനറി പരീക്ഷയ്ക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് മെയിൻസിൽ വരിക, കൂടാതെ ലാംഗ്വേജസ് കൂടെ വരുന്നുണ്ടെന്ന് മാത്രം. ഇവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനത്തോടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. പഠിക്കാൻ എത്രത്തോളം സമയമെടുക്കുന്നു അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഓർമ്മശക്തി നിലനിർത്തുവാൻ, ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ വിശ്രമം ആവശ്യമാണ്, ഭക്ഷണവും ആവശ്യമാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണല്ലേ, അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. അതോടൊപ്പം അത്യാവശ്യം 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക. അത്യാവശ്യം 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ തലച്ചോറ് നല്ലതുപോലെ വർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ വർക്ക് ചെയ്താലേ നമ്മുടെ ഓർമ്മശക്തി നിലനിൽക്കത്തുള്ളൂ. മറക്കരുത്, ഒരു ദിവസം ഒരു മുൻവർഷ ചോദ്യം, ഒരു മാതൃകാ ചോദ്യം എങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുക. അതിൻ്റെ നിങ്ങൾക്ക് തെറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കുക. ഇത് കൂടാതെ പാരലലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാത്സിൻ്റെ സൂത്രവാക്യങ്ങളോ ഷോർട്ട് കട്ടോ നോക്കി വെക്കുക. ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും പ്രധാനപ്പെട്ട ഏരിയാസ്, പ്രധാനപ്പെട്ട ഫാക്ട്സ് നോക്കി വെക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ്, അപ്പോയിൻമെന്റ്സ് പല പേരുകളുമാണല്ലേ. ഈ പേരുകൾ പലപ്പോഴും നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള പേരുകളാണ്. അപ്പോയിൻമെന്റ്സും അവാർഡുകളും. ഓക്കെ, അപ്പോയിൻമെന്റ്സും അവാർഡുകളും ഇത് നിങ്ങൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു കൂടിപ്പോയാൽ ഒരു 100 പേരുടെ പേര് പഠിക്കാനുണ്ടാവും. അത് പരീക്ഷയുടെ തലേദിവസം വായിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനിയുള്ള എല്ലാ ദിവസവും അവാർഡുകളും അപ്പോയിൻമെന്റ്സും പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വസ്തുതകൾ നിലവിൽ വന്ന ദിവസങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ഓർത്തു വെക്കുക. അപ്പോയിൻമെന്റ്സ് ഉറപ്പായിട്ടും PSC ചോദിക്കും. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ, പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ സേവനം ചെയ്യുന്നവർ, അത് നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കി ഓരോ ദിവസവും എടുത്ത് വായിക്കുക. കാണപ്പടം പഠിച്ചാൽ നിൽക്കത്തില്ല തലയിൽ. അതുകൊണ്ട് ഇനിയുള്ള 11 ദിവസം ഓരോ ദിവസവും എടുത്ത് വായിക്കുക. ഒരു 100 പേരല്ലേ മാക്സിമം ഉണ്ടാകത്തുള്ളൂ. അവാർഡുകളും അപ്പോയിൻമെന്റ്സും ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് ഓരോ ദിവസം എടുത്ത് ഓടിച്ച് വായിക്കാം. രാവിലെയും വൈകിട്ടും വായിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ഈ 10 ദിവസം ആകുമ്പോൾ നമുക്ക് ഇന്ന ആളാണെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ വന്നില്ലെങ്കിലും ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച റാങ്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, വിഷ് ഗുഡ് ലക്ക്. ആത്മാർത്ഥമായി പഠിച്ച് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും നിശ്ചയമായും മെച്ചപ്പെട്ട റാങ്ക് ലഭിക്കും. സർവേഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.